എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ചോദിച്ച LD ക്ലർക്കിൻ്റെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. GK സയൻസ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം 1947 to 48, നിവർത്തന പ്രക്ഷോഭം 1935, പട്ടിണി ജാഥ 1936, ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്ന്? അതായത് നിവർത്തന പ്രക്ഷോഭം 1935 എന്നുള്ളതാണ് തെറ്റ്. അപ്പൊ സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ? ആൻസർ ബി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? സത്യശോധക് സമാജം ജ്യോതി റാവു ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശ ലിംഗം. ശരിയായ ജോഡിയാണ് ചോദിക്കുന്നത്. ആൻസർ എ ആണ്, 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. സത്യശോധക് സമാജം ജ്യോതി റാവു ഫുലെ, പിന്നെ ഹിതകാരിണി സമാജം വീരേശലിംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഡി, ക്രിപ്സ് മിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഡി, ഗസ്റ്റപ്പോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലറിന്റെ ICC നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. അമേരിക്ക ന്യൂസിലാൻഡ്, അമേരിക്ക കാനഡ, അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക ഓസ്ട്രേലിയ. ആൻസർ സി ആണ്, അമേരിക്ക വെസ്റ്റ് ഇൻഡീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി? ആൻസർ ബി, ഫോം ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ആൻസർ എ, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ബലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ആൻസർ ഡി ആണ്, താഴ്ന്ന വിതാനത്തെ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ എന്നുള്ളതും പിന്നെന്താണ്, സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതുമാണ് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടി, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടി, നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര? ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ്. ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയും കൊടുമുടിയുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടിയുമാണ്. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വേറെ തരത്തിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ഡാമും സംസ്ഥാനം നദിയാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ബി ആണ്, അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണ നദിയില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യം 3 സംസ്ഥാനത്ത് നിലനിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക.
ആൻസർ ബി ആണ്. സമുദ്രോൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ചു വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ എ കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ആൻസർ ബി വളർച്ചാ ലക്ഷ്യം 5.6% എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്കിന്റെ നയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. പ്രസ്താവന 1. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഏതാണ് ശരിയായ ഓപ്ഷൻ? ആൻസർ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3ാമത്തെ ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഡി ആണ്. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള GVA വിവിധ മേഖലകളുടെ സംഭാവനകൾ നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ആൻസർ ബി ആണ് വരിക. പ്രാഥമിക മേഖല എന്താണ്? 52.5%. ദ്വിതീയ മേഖല എന്താണ്? 21%. തൃതീയ മേഖലയാണ് 26.5%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി, ഇതിലൊരു ക്വസ്റ്റ്യൻ പ്രശ്നം വന്നിട്ടുണ്ട്. 19C ആണ് വരുന്നത്. അതായത് പ്രാഥമിക മേഖല 21% ആണ്, ദ്വിതീയ മേഖല 26.5%, തൃതീയ മേഖലയാണ് 52.5 വരുന്നത്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. പിന്നത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 22 നോക്കാം ഇനി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 6 to 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ആൻസർ സി ആണ്. 6-18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷാകർത്താക്കളുടെയും കടമയാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളിലെ തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ. ആൻസർ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. VV ഗിരി, R വെങ്കിട്ടരാമൻ, ജഗദീപ് ധൻകർ, മുഹമ്മദ് ഹമീദ് അൻസാരി. ആൻസർ ബി ആണ് വരിക. എങ്ങനെയാണ്? VV ഗിരി ആണ് ആദ്യത്തെ, പിന്നെ എന്താണ്? R വെങ്കിട്ടരാമൻ,
പിന്നെ മുഹമ്മദ് ഹമീദ് അൻസാരി, പിന്നെ ജഗദീപ് ധൻകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവറണ്ടോ. ആൻസർ എ ആണ്. ഹേബിയസ് കോർപ്പസ് എന്നുള്ളത് ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്നുള്ളത് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ എന്നുള്ളത് എന്താണ് വരിക? നിരോധനം. കോവാറണ്ടോ എന്ന് പറയുന്നത് എന്ത് അധികാരത്തിൽ. എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനക്കാരൻ ആയിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ശരിയായ പ്രസ്താവന ആൻസർ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം? ആൻസർ ഡി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. ആൻസർ എ ആണ്. സംസ്ഥാന സർവീസ്, വിൽപ്പന നികുതി. അഖിലേന്ത്യാ സർവീസ് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. കേന്ദ്ര സർവീസ് ആണ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ എന്നിവ. അപ്പൊ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെടുന്നു. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്. ആൻസർ സി ആണ് തെറ്റായിട്ടുള്ളത്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 1987 മുതൽ 1991 വരെയുള്ള ഇ.കെ. നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ. ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി.കെ. അബ്ദുൾ റബ്ബ്. പട്ടമേത്താളുപിള്ള മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആർ. ശങ്കർ കേരളത്തിലെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. കേരളത്തിൽ ഈ നിയമത്തിന്റെ തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കുന്നതിനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പൊ 4ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ എ എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. ആൻസർ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ, സ്വത്താവകാശം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം. ആൻസർ സി ആണ്. എങ്ങനെയാണ്? ധനകാര്യ കമ്മീഷൻ 280ാം വകുപ്പ്, പിന്നെ
സ്വത്താവകാശം എന്നുള്ളത് 300A വകുപ്പ്. പിന്നെന്താണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61 വകുപ്പ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226 വകുപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ആൻസർ ബി ആണ്. 1ഉം 3ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ എ ആണ്. വാരിയലുകൾ 24 അസ്ഥികൾ. ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥരം ഏത്? ആൻസർ സി, പ്ലൂറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളരസന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ശരിയായ പ്രസ്താവന ആൻസർ എ ആണ്. 1 ആണ്. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രക്തം കട്ടപിടിക്കലിന് ശരിയായ ക്രമം ഏത്? ഫൈബ്രിനോജൻ, ഫൈബ്രിൻ നാരുകൾ, പ്രോത്രോംബിൻ, ത്രോംബിൻ, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. ഇതില് എങ്ങനെയാണ് ശരിയായ ക്രമം? ആൻസർ ഡി ആണ്. ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് പ്രോത്രോംബിൻ ത്രോംബിൻ ആക്കുന്നു. പിന്നെ എന്താണ്? ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഏത്? ആൻസർ സി, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്? ആൻസർ ബി, മാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു? ആൻസർ സി, പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത? മാലിയബിലിറ്റി. സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം? ആൻസർ എ, ബുധൻ. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ബി, പ്രകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P1V1 = P2V2 എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ബി, ബോയിൽ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ആൻസർ സി, മെർക്കുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസോട്ടോണിക് ലൈനുകളുടെ ഡാഷ് തുല്യമായിരിക്കും? ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ആൻസർ എ, 1:2 ppm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ആൻസർ സി, നൈട്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ഡി, വള്ളത്തോൾ നാരായണ മേനോൻ. എവിടെയാണ്? ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂര് ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ആൻസർ സി, മൈക്കൽ ഫെൽപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ എ, ബോക്സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയദോർ
ദസ്തേവിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ബി ഒരു സങ്കീർത്തനം പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലഞ്ഞിത്തറ മേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ആൻസർ ബി തൃശൂർ പൂരം. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പുരസ്കാരം നേടിയ വ്യക്തി? ആൻസർ സി നർഗേസ് മുഹമ്മദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ആൻസർ ബി 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ എ വേർഡ് പ്രോസസർ. കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ സി MAN. 2 KB = എത്ര ബൈറ്റ്സ്? ആൻസർ ഡി 2048 ബൈറ്റ്സ്. 1 KB എന്ന് പറയുന്നത് 1024 ആണ്. അപ്പൊ 2 KB എന്ന് പറയുന്നത് 2048 ബൈറ്റ്. ആദ്യത്തെ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ സി PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ബി അമിതാഭ് കാന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ആൻസർ ബി അനുച്ഛേദം 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. എ ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ളത് 2007, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്നുള്ളത് 2013, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത് 1998, സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നുള്ളത് 1996. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ആൻസർ സി 10 രൂപ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം, ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം, ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. ആൻസർ ബി ആണ്. പ്രസ്താവന 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ആൻസർ ബി ആണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരെ? ആൻസർ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിട്ടുള്ളത്? ആൻസർ എ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.